നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും മുഹൂർത്ത വിഷയങ്ങളും പഞ്ചാംഗ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതിദിന പങ്ക്തിയാണിത്. ഇന്ന് 2025 ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ചയാണ്. ഇന്നത്തെ കരിദിന സംഖ്യ 18,72,365. ഇന്ന് കൊല്ലവർഷം 1200, ഇടവമാസം 21-ാം തീയതി, ശകവർഷം 1947, ജ്യേഷ്ഠമാസം 14-ാം തീയതി, തമിഴ് മാസം വൈകാശി 21. ഇന്നത്തെ നക്ഷത്രം ഉത്രമാണ്. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ നവമി. ഇന്നത്തെ കരണം പുലിക്കരണം. നിത്യയോഗം വജ്ര എന്ന പേരുള്ള നിത്യയോഗമാണ്. രോഹിണി ഞാറ്റുവേലയാണ്. ഉത്തരായണകാലം, ഗ്രീഷ്മ ഋതു. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ സൂര്യോദയം രാവിലെ 6 മണി കഴിഞ്ഞ് 6 മിനിറ്റിന്. ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റിനുമാണ്. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 12:20 മുതൽ 1:54 വരെയാണ്. ഇന്നത്തെ ഗുളികകാലം രാവിലെ 10:47 മുതൽ 12:20 വരെയാണ്. ഇന്ന് ബുധനാഴ്ച ആയതിനാൽ ഇന്നത്തെ സൂര്യോദയ സമയത്ത് കാലഹോരയുടെ അതിഥി ബുധനായിരിക്കും. അതിനുശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്രഹങ്ങളുടെ ആധിപത്യം വരുന്നതാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നോക്കാം. ഉച്ചയ്ക്ക് 11:56 മുതൽ 12:18 വരെയും, വീണ്ടും 12:22 മുതൽ 12:44 വരെയുമാണ്. ഇടയ്ക്കുള്ള 4 മിനിറ്റ് 12:18 12:22 ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. അതൊഴിച്ചിട്ടുള്ള സമയത്ത് അഭിജിത്ത് മുഹൂർത്തത്തിൽ നമ്മുടെ ഇഷ്ടകാര്യങ്ങൾ അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ആ സമയത്ത് മുഹൂർത്ത ദോഷങ്ങളോ മറ്റു മുഹൂർത്ത ദോഷങ്ങളോ പഞ്ചാംഗ ദോഷങ്ങളോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ചന്ദ്രാഷ്ടമം നോക്കാം. ഇന്നത്തെ ചന്ദ്രാഷ്ടമം മകരക്കൂറിൽ ജനിച്ചവർക്കാണ്. മകരക്കൂറിൽ ജനിച്ചവർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്നു. അതിനാൽ ശുഭകാര്യങ്ങൾ വർജിക്കുക. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, അതായത് ആദ്യത്തെ 30 നാഴിക. ഈ നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത്. അവർക്ക് ഇന്ന് ശുഭകാര്യങ്ങൾ വർജിക്കുക. ഇന്നത്തെ സൂര്യോദയ സമയത്തെ ഗ്രഹനില നോക്കാം. മേടത്തിൽ ശുക്രൻ, ഇടവത്തിൽ സൂര്യനും ബുധനും, മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ കുജൻ, ചിങ്ങത്തിൽ ചന്ദ്രൻ, കേതു, ഗുളിക, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. നമ്മൾ സൂര്യാദി നവഗ്രഹങ്ങളെ പറ്റി നേരത്തെ പറയുകയുണ്ടായി. പ്രശ്നം വയ്ക്കുമ്പോഴും ജാതക വിശകലനം ചെയ്യുമ്പോഴും ഈ ഓരോ ഗ്രഹങ്ങൾക്കും കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരകത്വം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിനുള്ള ഒരു ആ ഗ്രഹത്തിനുള്ള റോൾ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ഗ്രഹത്തിനും നമ്മൾ ഓരോ കാരകത്വം കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ചുരുക്കമായിട്ട് പറയാം. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് കൊടുത്തിട്ടുള്ള കാരകത്വങ്ങൾ ആത്മാവ്, പിതാവ്, പ്രതാപം അല്ലെങ്കിൽ പ്രഭാവം, ആരോഗ്യം, ശക്തി, ഐശ്വര്യം. ഈ കാര്യങ്ങളുടെ എല്ലാം കാരകത്വം സൂര്യനാണ്. ചന്ദ്രന്റെ കാര്യം നോക്കാം. ചന്ദ്രന് കൊടുത്തിട്ടുള്ള കാരകത്വങ്ങൾ മനസ്സ്, ബുദ്ധി, മാതാവ്, സമ്പത്ത്. ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രന്റെ കാരകത്വത്തിൽ വരുന്നത്.
അടുത്തത് കുജനാണ്. കുജന് കൊടുത്തിട്ടുള്ള കാരകത്വങ്ങൾ സത്വം, രോഗം, സഹോദരങ്ങൾ, ഭൂമി, ശത്രുമിത്രങ്ങൾ എന്നിവയാണ്. ബുധൻ ഗ്രഹത്തിന് കൊടുത്തിട്ടുള്ള കാരകത്വങ്ങൾ നോക്കാം. വിദ്യയുടെ കാരകത്വം ബുധനാണ്. അതേപോലെ ബന്ധുക്കൾ, വിവേകം, അമ്മാവൻ, സുഹൃത്തുക്കൾ, വാക്ക്, കർമ്മം, ഇത്രയും കാര്യങ്ങളുടെ കാരകത്വം ബുധനാണ്. വ്യാഴഗ്രഹം, ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴഗ്രഹത്തിന് കൊടുത്തിട്ടുള്ള കാരകത്വങ്ങൾ പ്രജ്ഞ, ധനം, ശരീരപുഷ്ടി, പുത്രന്മാർ, ജ്ഞാനം, ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത ഗ്രഹമായ ശുക്രന് കൊടുത്തിട്ടുള്ള കാരകത്വം ഏതൊക്കെയെന്ന് നോക്കാം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, വാഹനം, ആഭരണങ്ങൾ, സ്ത്രീസുഖം, ഇവയാണ് ശുക്രന് കൊടുത്തിട്ടുള്ള കാരകത്വങ്ങൾ. അടുത്തത് ശരിയാണ്. ഏറ്റവും ദുഃഖം പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയപ്പെടുന്നത്. ശനിയെ കൊണ്ട് ചിന്തിക്കേണ്ടത് ആയുസ്, ജീവനം, മരണം, ആപത്ത്, സമ്പത്ത്, ദാസന്മാർ അല്ലെങ്കിൽ ഭൃത്യന്മാർ, ഇവയാണ് ശനിയെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാരകത്വങ്ങൾ. രാഹുവിനെ കൊണ്ട് പിതാമഹനും കേതുവിനെ കൊണ്ട് മാതാമഹനെ പറ്റിയും ചിന്തിക്കണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ഗ്രഹകാരകത്വങ്ങൾ. ഇന്നത്തെ നിത്യജ്യോതിഷം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.